പൃഥ്വിരാജിന്റെ മരണത്തിൽ അവിടെ പ്രതിഷേധം കടുക്കുന്നു. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഉൾപ്പെടെ പ്രതിഷേധം. ഇതാ യൂത്ത് ലീഗിന്റെ മാർച്ച് സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ചാണ് നമ്മൾ കാണുന്നത്. യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിന് മുന്നിൽ കോലം കത്തിച്ച് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. ഷഹദ് റഹ്മാൻ പ്രതിഷേധം അലയടിക്കുകയാണ്. ഇത്രയധികം ദിവസമായിട്ടും ഡോക്ടർ റാമിനെ പിടികൂടാനായിട്ടില്ല. യുവജന സംഘടനകളെല്ലാം പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും വിനീത, കാരണം ഡോക്ടർ റാമിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല. അയാൾ ഒളിവിലാണ്. അതായത് ഒളിവിലായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ഇപ്പോഴും ഇയാളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായിട്ടുള്ളത്. അല്പസമയം മുൻപ് നമ്മൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കണ്ടു. സമാനമായ രീതിയിൽ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്കാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. പോലീസ് അത് 3-ലധികം തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പ്രവർത്തകർ വീണ്ടും ഈ ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ പോലീസ് ഇതാ വീണ്ടും ജലപീരങ്കി. ജലപീരങ്കി പ്രയോഗിക്കുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ. കണ്ണൂരിൽ വലിയ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. ഡിവൈഎഫ്ഐ, യൂത്ത് ലീഗ് തുടങ്ങിയ യുവജന സംഘടനകളെല്ലാം പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഷഹദ, ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രയോഗിച്ചു. വീണ്ടും ബാരിക്കേഡുകൾ മറിച്ചിട്ട് അകത്ത് കടക്കാനുള്ള ശ്രമമാണല്ലേ ഷഹദ്? തീർച്ചയായും കഴിഞ്ഞ കുറച്ചധികം സമയങ്ങളായി ഈ ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് പോലീസ് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ്, അതായത് പകുതിയിലധികം ഭാഗം ഇപ്പോൾ മറച്ചിടാനുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമമാണ്. അത് ബാരിക്കേഡ് മറികടന്ന ഈ കോമ്പൗണ്ടിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 5-ലധികം തവണ പോലീസ് ജലപീരങ്കി യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധം നടത്തി. ആ ഘട്ടത്തിൽ ഈ ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇപ്പോൾ ഈ ജലപീരങ്കി അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബാരിക്കേഡ് അത് മറച്ചിട്ട് ഈ കോമ്പൗണ്ടിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, ഈ പ്രതിഷേധം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ പ്രതിഷേധം അലയൊടുക്കുകയാണ് സംസ്ഥാന വ്യാപകമായിട്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം, അതായത് ഈ ഡോക്ടർ റാം, അതായത് വകുപ്പ് മേധാവിയായിട്ട് ഡോക്ടർ റാമിനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിക്കില്ല. ഇയാൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആരോപണ വിധേയനായിട്ട് ഡോക്ടർ റാമിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ, അതായത് ജാതി അധിക്ഷേപം നടത്തുക, അതുപോലെ തന്നെ ബോഡി ഷേമിംഗ് തുടങ്ങി അങ്ങനെ എല്ലാ തരത്തിലും ഒരു വിദ്യാർത്ഥിയെ മാറ്റി
മാനസികമായി പീഡിപ്പിക്കുകയും ആ വിദ്യാർത്ഥിയെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ റാമിനെതിരെ പ്രതിഷേധം നടക്കുക തന്നെയാണ്. പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യമാണ് യുവജന സംഘടനകൾ ഉയർത്തുന്നത്. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉയരുന്നു. ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥികളെ ക്രൂരമായി തന്നെ അധിക്ഷേപിച്ച, ജാതി പറഞ്ഞും നിറം പറഞ്ഞും ഒക്കെ അധിക്ഷേപിച്ച ഡോക്ടർ റാമിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ചോദ്യം. ഇത്രയധികം ദിവസമായിരിക്കുന്നു ഈ അധ്യാപകൻ ഇപ്പോഴും തുടരുകയാണ്. ഇതാ നമ്മൾ കാണുന്നുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഒരു ഭാഗത്ത് പ്രതിഷേധിക്കുന്ന, തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. നേരത്തെ റാമിന്റെ ദന്തൽ ക്ലിനിക്കിലേക്ക്, എടക്കാടുള്ള ദന്തൽ ക്ലിനിക്കിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അവിടെ ബോർഡൊക്കെ തകർത്തുകൊണ്ട് ജാതി വെറിയനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുള്ള ബാനർ പതിക്കുന്നത് നമ്മൾ കണ്ടു. കോലം കത്തിച്ചും പ്രതിഷേധിച്ചിരുന്നു. ഡോക്ടർ റാമിന്റെ കോലം കത്തിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരത്തെ പ്രതിഷേധിച്ചത്. കമ്മീഷൻ ഓഫീസിലേക്കാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഏതായാലും ജലപീരങ്കി 2-3 തവണ പ്രയോഗിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ തെരുവിൽ പ്രതിഷേധം ഡിവൈഎഫ്ഐയും യൂത്ത് ലീഗും ഉൾപ്പെടെ യുവജന സംഘടനകളെല്ലാം വലിയ പ്രതിഷേധം ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഡോക്ടർ റാമിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് മാർച്ച് നടത്തി കോലം കത്തിച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. മുൻപ് ക്ലിനിക്കിലേക്ക് നടത്തിയ പ്രതിഷേധത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ പ്രവർത്തകർ ഇയാളുടെ ക്ലിനിക്കിന്റെ ബോർഡ് ഉൾപ്പെടെ മാറ്റി അവിടെ ജാതി വെറിയനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമുണ്ട്. ഡോക്ടർ റാമിന്റെ കോലം കത്തിച്ചും പ്രതിഷേധിച്ചു. ഏതായാലും യുവജന സംഘടനകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലാകട്ടെ, ദന്തൽ കോളേജിലാകട്ടെ വിദ്യാർത്ഥികൾ വൈറ്റ് കോട്ട് ഉൾപ്പെടെ ഊരി വെച്ചുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്.